ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനുള്ള നടപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മുൻ ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കേസിൽ അറസ്റ്റിലായ മുരാരി ബാബുവിനെയും സുധീറിനെയും റാന്നി കോടതി SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിലെ 8 ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തിരുന്നത്. ഇതിൽ നിലവിൽ സർവീസിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. നിയമോപദേശം തേടിയ ശേഷമാണ് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടന്നത്. ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും നിയമവിരുദ്ധമായി സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്ന് വ്യക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനാണ് ബോർഡിന്റെ തീരുമാനം. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ബോർഡിന് അധികാരമില്ലെന്നാണ് മുൻ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്ന മറുപടി. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ N വാസുവിനെയും A പത്മകുമാറിനെയും വൈകാതെ ചോദ്യം ചെയ്യും. ഇവരുടെ പങ്കിനെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അറസ്റ്റിലേക്ക് കടക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. മുരാരി ബാബുവിനെ തിങ്കളാഴ്ച വരെയും സുധീഷ് കുമാറിനെ ബുധനാഴ്ച വരെയുമാണ് SITയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇവരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന കണക്കൂട്ടലാണ് അന്വേഷണ സംഘം. റാന്നി കോടതിയിൽ ഹാജരാക്കിയ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ കോടതി റിമാൻഡ് ചെയ്തു. ഇയാളെയും വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ നൽകും. മീഡിയ 1 തിരുവനന്തപുരം.